കൃഷിഭവനിൽ നിന്നൊന്നും ഈ പ്രാവശ്യം ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കേണ്ട, പിന്നെ കർഷകർക്കൊന്നും ആനുകൂല്യങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അവർ ഗവൺമെന്റ് മോശപ്പെട്ട് പറയല്ല. ഫണ്ടില്ല എന്നാ പറയുന്നത്. അപ്പോ പവൻ ഗോൾഡ് തിരൂർ. പ്രിയമുള്ളവരെ, നമ്മുടെ എനർജിയുടെ നേതൃത്വത്തിൽ കന്മനം കല്ലുപാലം കായലിൽ കൃഷി ചെയ്ത കുമ്പളങ്ങയാണ് ഈ കാണുന്നത് കേട്ടോ. വലിയൊരു കൂട്ടം കുമ്പളങ്ങ ഉണ്ട്. ശരിക്കും 3000 കിലോ കുമ്പളങ്ങയാണ് കൂടി കിടക്കുന്നത്. നാടൻ കുമ്പളങ്ങാണ്. ഏകദേശം 5-6 കിൻഡൽ നമ്മൾ ഇവിടുന്ന് വിറ്റുപോയി. എന്നിട്ടും ബാക്കി കുമ്പളങ്ങ ആവശ്യം. ഇതാണ് കർഷകരുടെ ദയനീയ അവസ്ഥ. നമുക്ക് ഉണ്ടാക്കാൻ കർഷകരെല്ലാവരും ഒത്തൊരുമിച്ച് എനർജിയുടെ കീഴിൽ കൂട്ടായ്മയോട് ചെയ്യുന്നുണ്ട്. പക്ഷേ വിൽപ്പന നടത്തുന്നതിനോ മാർക്കറ്റിങ്ങോ വലിയൊരു പ്രതിസന്ധി ഉള്ളത്. അവർ അധ്വാനിച്ച കാശ് അവർക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ നിന്ന് ഉൾവലിയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊന്ന് മാറ്റം വരുത്തണം. കിലോ 10 രൂപ വെച്ചിട്ട് ഇത് കൊടുക്കാൻ ഇവർ തയ്യാറാണ്. എന്നിട്ടും ഇവർ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ കെട്ടിക്കിടക്കുക, പച്ചക്കറിക്ക് വില ഇല്ലാത്തൊരവസ്ഥ. എങ്കിൽ പുറത്താണെങ്കിൽ ഏകദേശം 25 രൂപ ആയിട്ട് മാർക്കറ്റിൽ വിലയുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ, കർഷകർ കൊടുക്കുമ്പോൾ വെറും 10 രൂപക്ക് പോലും വില കിട്ടാത്ത അവസ്ഥയുള്ളത്. ഇവരെല്ലാവരും 3-4 ദിവസമായി ഇപ്പൊ മഴയോട് കൂടിയിട്ട് ഇതെല്ലാം അറുത്ത് ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുകയാണ് സത്യത്തിൽ. പക്ഷേ അവർക്ക് അതിന് വില കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തും എല്ലാവരും കൂടി, നാട്ടുകാരും എല്ലാവരും സഹകരിച്ചിട്ട് ഇത് എത്രയും പെട്ടെന്ന് വിറ്റ് കാശാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഒപ്പം ഞാൻ പറഞ്ഞു, വെറും 3000 മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി പാടം അറുത്തെടുക്കാനും പാടങ്ങളിൽ കിടക്കുകയാണ്. അവർ 2-3 ദിവസമായിട്ട് ഫുൾ ടൈം പാടത്താണ്, വെള്ളത്തിൽ കിടക്കുന്ന സാധനമായിട്ട് മാറുകയാണ് ഇത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് ഇത് വിറ്റെടുക്കാൻ വെറും 10 രൂപക്ക് കൊടുക്കാൻ ഇവർ തയ്യാറാണ്. നിങ്ങളെല്ലാവരും കഴിയുന്നത്ര ആളുകൾ നമ്പർ വേറെ ഇതിന്റെ അടിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് എനർജിയുമായി നമ്മുടെ കർഷകരുമായി ബന്ധപ്പെട്ടിട്ട് അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളിതിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ഇതിന് ചെലവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ തുച്ഛമായ വിലയാണ് കിട്ടുന്നത്. പിന്നെ കൃഷിഭവനിൽ നിന്നൊന്നും ഈ പ്രാവശ്യം ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കേണ്ട, പിന്നെ കർഷകർക്കൊന്നും ആനുകൂല്യങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അവർ ഗവൺമെന്റ് മോശപ്പെട്ട് പറയല്ല. ഫണ്ടില്ല എന്നാ പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, നഷ്ടം പോലും അവരിൽ നിന്നൊന്നും കിട്ടുന്ന ഒരു ലക്ഷണമല്ല കാണുന്നത്. അപ്പൊ ഈ മഴ വീരെന്ന് കണ്ടപ്പോൾ ഇതെല്ലാം അറുത്ത് കരക്ക് കയറ്റി വെച്ചതാണ്. അത് പിന്നെ ആരെങ്കിലും കിട്ടിയാൽ കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം. കിലോ 10 റുപ്യ വെച്ച് മൊത്തം കൊടുക്കാന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. അപ്പോൾ അതിന് ആളുകൾ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൊടുക്കുന്നതാണ്. മെജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂർ, മാർബിൾ ലാൻഡ് തിരൂർ, ചങ്ങരംകുളം. പവൻ ഗോൾഡ് തിരൂർ.